ഇന്നും യേശുവിനോടുകൂടെ യാത്ര ചെയ്യാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കൾക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ താങ്കളെ വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. ഓരോ ദിവസവും ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്ന ഏതൊരാൾക്കും ആശ്വാസം ലഭിക്കുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അനുഭവിച്ചിട്ടുള്ള അനേകർ ഒരുപക്ഷെ ഇത് കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ തന്നെ ഉണ്ട്. നിങ്ങളിൽ തന്നെ പലരും ദൈവികാശ്വാസം പ്രാപിച്ചവരാണ്. ഒരു കാര്യം ഉറപ്പായിട്ട് മനസ്സിലാക്കിക്കൊള്ളേണ്ടത്, ദൈവസന്നിധിയിൽ ഏതെങ്കിലും ഒരു വിഷയവുമായിട്ട് ഒരാൾ അഭയയാചന കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആളിന് ദൈവത്തിൽ നിന്ന് മറുപടി ഉണ്ടാകും. ഉറപ്പായും ആ ആളിന് ദൈവത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കുകയും ചെയ്യും. ഈ ചെറിയ സന്ദേശം ശ്രവിക്കുന്ന നിങ്ങളിലും ആരെങ്കിലും ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൻ്റെ മേൽ ഭാരപ്പെടുന്ന ആളായിരിക്കാം. അല്ലെങ്കിൽ വളരെ നിരാശയോടെ സങ്കടത്തോടെ ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന ആളായിരിക്കാം. എന്നാൽ ഉറപ്പായും വിശ്വസിക്കൂ, ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങൾക്കും ആശ്വാസമുണ്ട്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി എബ്രായ ലേഖനം 11 അധ്യായം 1 വാക്യം ഒരിക്കൽ കൂടി വായിക്കട്ടെ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. കഴിഞ്ഞ ദിവസം ഈ വാക്യത്തിൽ നിന്നും ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവച്ചത് ഓർക്കുന്നുണ്ടാവുമല്ലോ. വിശ്വാസത്തിൻ്റെ വിവിധ തലങ്ങൾ വേദപുസ്തകം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും. അതെല്ലാമൊന്നും വിശദീകരിച്ച് മനസ്സിലാക്കിയില്ലെങ്കിലും അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ ആശ്വാസത്തിനും ദൈവപ്രവൃത്തിക്കും കാരണമാകുന്നത് മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ഏതൊരാളും വിശ്വസിക്കേണ്ടത് ദൈവത്തിൽ തന്നെയാണ്, സത്യദൈവത്തിൽ തന്നെയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും തീർച്ചയായിട്ടും അവർ വിശ്വസിച്ചു എന്ന കാരണത്താൽ താൽക്കാലികമായി നിന്ദിക്കപ്പെട്ടാലും അവർ ദൈവത്താൽ മാനിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വാക്കുകളാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ വാക്കുകളെക്കാളുപരി ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വില കൊടുത്തിട്ട് നമുക്ക് ദൈവത്തിങ്കിലേക്ക് അടുത്തു ചെല്ലാം. രണ്ടാമതായി അതിപ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മിലൊരു വിശ്വാസം വേണം, നമ്മെ ഒരു വിശ്വാസം വേണം. ആത്മവിശ്വാസമില്ലാത്ത ഏതൊരാളിനും ധീരതയോടെ പ്രവർത്തിക്കാനും ജയം കാണുവാനും കഴിയില്ല. എന്നാൽ ഓവർ കോൺഫിഡൻസ് ആകരുത്, അധിക ആത്മവിശ്വാസമാകരുത്. നമ്മുടെ കഴിവും പ്രാപ്തിയും ഒക്കെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ ജയം കാണുമെന്ന് വിശ്വസിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ചില ആളുകളുണ്ട്, അവർക്ക് വേണ്ട കഴിവുകളെല്ലാം ഉണ്ടെങ്കിലും അവർ സ്വയം പറയുന്നത് എന്നെ കൊണ്ടൊന്നും കഴിയില്ല, എന്നെ കൊണ്ടൊന്നും ആവില്ല, ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഞാൻ ചെയ്താൽ ജയം കാണില്ല. ഈ നിലകളിൽ സ്വയം നിരുത്സാഹപ്പെടുത്തുന്ന വ്യക്തികൾ അനേകർ നമ്മുടെ ചുറ്റിലുമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. ഒരാൾക്ക് ആത്മവിശ്വാസം അല്ലെങ്കിൽ അവനവനിൽ തന്നെയുള്ള കഴിവുകളെ എങ്ങനെ ആശ്രയിക്കാനും അതിൽ വിശ്വസിക്കാനും കഴിയുമെന്നത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ദൈവവചനത്തിൽ നൂറുകണക്കിന് വിശുദ്ധന്മാരുടെ, പിതാക്കന്മാരുടെ, പ്രവാചകന്മാരുടെ, രാജാക്കന്മാരുടെ ഒക്കെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനവധി ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു പറയാൻ കഴിയും. മറ്റുള്ളവരുടെ മുമ്പിൽ തീരെ സാധാരണക്കാർ എന്ന് തോന്നുന്ന ചില ആളുകൾ ദൈവസന്നിധിയിൽ നിന്നും അവർക്ക് ലഭിച്ച വിശ്വാസത്താൽ അവർ ചെയ്തെടുത്ത കാര്യങ്ങൾ വിവരിച്ചാൽ അതൊരു പക്ഷേ നമ്മുടെ കണ്ണ് തുറപ്പിച്ചേക്കാം. ദൈവത്തിൽ നമുക്ക് വിശ്വാസമുള്ളതുപോലെ തന്നെ നമ്മിലും നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്നും ചിലപ്പോൾ നമുക്ക് ചില പ്രവൃത്തികൾ പ്രാപിച്ചെടുക്കാൻ കഴിയുള്ളൂ. ഒരിക്കൽ യേശു കർത്താവിൻ്റെ അടുക്കൽ 2 കുരുടന്മാർ ചെന്നിട്ട് ഞങ്ങൾക്ക് കാഴ്ച കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എനിക്ക് ഇത് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അതായത് അവർ യേശുവിൻ്റെ അടുക്കൽ വന്നത് ഏത് നിലയിലുള്ള വിശ്വാസം പ്രാപിച്ചിട്ടാണെന്നത് നമ്മെ ഒന്ന് പഠിപ്പിക്കണം. അതായിരുന്നു കർത്താവിൻ്റെ ഉദ്ദേശം. നോക്കൂ, അവിടെ അവർ സമ്മതിച്ചു, നിനക്ക് കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ഭാരമേറിയ വിഷയങ്ങളുമായി നിങ്ങൾ ദീർഘനാളുകളായി വല്ലാതെ വിഷമിച്ചും ഭാരപ്പെട്ട് നടക്കുകയല്ലേ? നിങ്ങൾക്കുറപ്പുണ്ടോ യേശുവിന് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന്? ഇങ്ങനെ സാധാരണക്കാർ വെളിപ്പെടുത്തി തന്ന നമുക്ക് മാതൃകയാക്കേണ്ട അനേക സംഭവങ്ങൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലർക്ക് പ്രസംഗം കേൾക്കുന്നത് ഇഷ്ടമാണല്ലോ. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ നിങ്ങളെ ഒരുപക്ഷെ നിങ്ങളിലുള്ള വ്യക്തിത്വത്തെ തട്ടി ഉണർത്തുവാൻ കാരണമാക്കിയേക്കാം. ഇങ്ങനെ തികച്ചും സാധാരണക്കാരായ, മറ്റുള്ളവരുടെ മുമ്പിൽ യാതൊരു പരിഗണനയും ഇല്ലായിരുന്ന ഇവരെ പോലെയുള്ളവരുടെ ചരിത്രം തിരുവചനത്തിൽ നൽകിയിരിക്കുന്നത്
നമ്മെപ്പോലുള്ളവർക്ക് പ്രോത്സാഹനത്തിനാണെന്നുള്ളത് മറന്നു പോകരുത്. എത്രയോ സമയമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. അല്പസമയം ദൈവത്തിൻ്റെ വചനം വായിച്ച് ധ്യാനിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ തീരുമാനങ്ങളെടുത്ത് ചുവട് വയ്ക്കുമെങ്കിൽ നിങ്ങളുടെ പരാജയം മാറുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഇവിടെ അറിയപ്പെടുന്ന വലിയ നേതാവായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാണ് എൻ്റെ വിചാരം. എന്നാൽ നിങ്ങളിൽ പകരപ്പെട്ട വിശ്വാസം അത് കണ്ട് മറ്റൊരാൾ കൂടി ദൈവത്തിൽ ആശ്രയിക്കുകയും അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെങ്കിൽ അത് എത്ര ശ്രേഷ്ഠകരമായ കാര്യമാണെന്ന് മറന്നു പോകരുത്. അനുദിന ജീവിതത്തിൽ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് അല്ല ദൈവവചനത്തിലും ദൈവത്തിലും ആശ്രയം വെച്ച് മുന്നേറുവാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അധികം വിശ്വാസം വർദ്ധിപ്പാൻ ആവശ്യമായ ദൈവകൃപ നൽകി ഞങ്ങളെ സഹായിക്കണമേ. തിരുവചനം ധ്യാനിപ്പാനും പ്രാർത്ഥിപ്പാനുമൊക്കെ അടിയങ്ങളെ പിന്നെയും പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.